കിരൺ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ എന്ന നിലയിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ചില പ്രൊജക്ടുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചില സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്ന സ്മാർട്ട് സിറ്റി പോലെയുള്ള പ്രൊജക്ടുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രൊജക്ടുകളിൽ ഈ നഗരങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരമാണ് അങ്ങനെ ഒരു പ്രതീക്ഷ പുലർത്താവുന്ന നഗരം. കാരണം തിരുവനന്തപുരം ഇപ്പോൾ BJP ആണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. BJP തന്നെ അവകാശപ്പെടുന്നത് ഇൻഡോർ മാതൃകയിൽ ഉള്ള വൃത്തിയുള്ള നഗരമാക്കി മാറ്റും എന്നതാണ്. അതിനിടെയാണ് ഇൻഡോറിൽ കുടിവെള്ളം മാലിന്യം കലർന്ന് അവിടെ ആളുകൾ മരണപ്പെട്ടതൊക്കെ വാർത്തകളിൽ നിറഞ്ഞത്. പക്ഷേ ക്ലീൻ സിറ്റി അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലേക്ക് ചില പേരുകൾ കടന്നു വരുവാനുള്ള സാധ്യതകൾ, ചില പ്രഖ്യാപനങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകുമ്പോൾ അതിൽ ചില പോക്കറ്റുകൾ കേരളത്തിൽ നിന്ന് എന്ന നിലയിൽ അങ്ങനെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. അഭിലാഷ് പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഓരോ നഗരത്തിനായി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനായി പ്രത്യേകം പദ്ധതി പ്രഖ്യാപിക്കുക, ആ ഒരു രീതി കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ സ്വീകരിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കം ഏതൊക്കെ നഗരങ്ങളെയാണോ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ആ പദ്ധതികൾ, ആ നഗരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലേക്ക് ചില പദ്ധതികൾ, പൊതു പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയം അങ്ങനെ തന്നെയാണ്. ഒരു നഗരത്തിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ പ്രത്യേകമായി പദ്ധതി പ്രഖ്യാപിക്കാതെ എവിടെയൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റിന് ആര് വരണം എന്ന് നമ്മൾ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത ആ പോസ്റ്റിനുള്ള മാനദണ്ഡമായി നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണത്. അങ്ങനെ ചില മാനദണ്ഡങ്ങളോടുകൂടി പദ്ധതികൾ പ്രഖ്യാപിക്കുക. അപ്പോൾ സ്വാഭാവികമായും അത്തരം നഗരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്യും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPക്ക് കേരളത്തിൽ വളർച്ചയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയായിട്ടാണ് തിരുവനന്തപുരത്തെ കാണുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ച, ഗുജറാത്തിൽ അഹമ്മദാബാദ് നഗരസഭ പിടിച്ചു, അതിനുശേഷം പിന്നീട് ഗുജറാത്ത് പിടിച്ചു എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം പിടിച്ചിട്ട് പിന്നീട് ഇനി കേരളം പിടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദമാണ് BJP ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ, അത് പൊതുവായിട്ടുള്ള പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരത്തെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ്. അന്ന് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങളടങ്ങിയ ഒരു പദ്ധതിയുടെ രൂപരേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ എന്ന് പറയാവുന്ന തിരുവനന്തപുരം നഗരസഭ BJPക്ക് അധികാരം കിട്ടുന്നു. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അത് BJPക്ക് കേരളത്തിലെ മുന്നോട്ട് അവർ ലക്ഷ്യമിടുന്ന അവരുടെ ലക്ഷ്യത്തിന് അത് വിലങ്ങുതടിയാവും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ BJP നേതാക്കളും ഒക്കെ നിൽക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെയും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇനി വരാൻ പോകുന്നത്, ഇപ്പോഴത്തെ സർക്കാരായാലും ഇനി വരാൻ പോകുന്ന സർക്കാരായാലും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ വിഹിതം, ഈ വിഹിതത്തിൻ്റെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികൾക്കൊക്കെ ഒരു കാലത്ത് 90-10 എന്നുള്ളതായിരുന്നു ശതമാനമെങ്കിൽ അതിപ്പോൾ 60-40 എന്ന തരത്തിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. 90% കേന്ദ്രവും 10% എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഈ ഭൂമിയുടെ വിലയായിട്ടൊക്കെ കണക്കാക്കി, അല്ലെങ്കിൽ കാര്യമായ ചിലവില്ല. ഒരു കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ചാൽ എല്ലാ സംസ്ഥാനവും ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നത് അത് കേന്ദ്ര പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്നുള്ളതുകൊണ്ടാണ് 10% എന്നുള്ളൊരു നാമമാത്രമായ തുക മാത്രമേ. ഇപ്പോഴങ്ങനെയല്ല. സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും കേന്ദ്ര പദ്ധതികൾ ചോദിക്കാൻ അവർക്ക്, പല സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി വലിയ വരുമാനമില്ലാത്ത സംസ്ഥാനമാണെങ്കിൽ അവർക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കുള്ളിൽ ഒരു ഭയം കൂടിയുണ്ട്. ഈ പദ്ധതി അനുവദിച്ചാൽ ഞങ്ങൾ കൂടി പൈസ ചിലവാക്കേണ്ടി വരും, അതിനുവേണ്ടി ചിലവാകേണ്ട ഭീമമായ തുക, ഇതൊക്കെ പലപ്പോഴും സർക്കാരുകളൊക്കെ അതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കടക്കം, അത്തരം ധനമന്ത്രിമാർക്കടക്കം അത്തരത്തിൽ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതാണ് കിരൺ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം വലിയ മാറ്റങ്ങൾ ആണ് സംസ്ഥാനങ്ങൾക്ക് ബാധകമാകുന്നത് എന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതത്തിൽ തന്നെ കാതലായ മാറ്റം വരുന്നു, അതിൻ്റെ പേര് മാറ്റുന്നു, ഘടന മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായും നമ്മളൊന്ന് വിശദമായി പരിശോധിക്കേണ്ട ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ കിരൺ ബാബു പറഞ്ഞു വെക്കുന്നത്. അത് എന്ത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. അതായത് നമുക്കറിയാം, സംസ്ഥാനം, അതായത് കേന്ദ്ര സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് അവതരണത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കുവാനുള്ള തുക അത് പ്രധാനമായും ലഭിക്കുന്നത് നികുതി വരുമാനങ്ങളിൽ നിന്നാണ്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം നികുതി നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നികുതി ഘടന വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികളും നികുതി നൽകുന്നുണ്ട്, അത് ആദായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്ഥാപനങ്ങൾ നികുതി നൽകുന്നുണ്ട്, സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നികുതി നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നികുതി വരുമാനത്തിൻ്റെ 58% പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ചെലവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുക കണ്ടെത്തുന്നത് ഈ നികുതി വരുമാനത്തിൽ നിന്നാണ്.
നികുതിയേതര വരുമാനവും സർക്കാരുകൾക്കുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം നികുതിയാണ്. ആ വരുമാനത്തിൻ്റെ 58% കേന്ദ്രം ചെലവാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക എന്നത് 42%. ഇവിടെയാണ് കിരൺ സൂചിപ്പിച്ചത്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കടക്കം ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട നികുതി വിഹിതം എന്നത് 42% എന്നതിൽ നിന്ന് 50% ഉയർത്തണം. അതായത് ആകെ ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ 50% കേന്ദ്രം എടുത്തുകൊള്ളട്ടെ, ബാക്കി 50% സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി നൽകണം എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ ആവശ്യം കേരളവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന 42% തുക, ആ തുകയിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ അനുപാതത്തിലാണ് ലഭിക്കുക എന്നതാണ്. അവിടെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലും കേരളം സാമൂഹ്യ സുരക്ഷയിലും സാമ്പത്തിക രംഗത്തും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിലും കേരളത്തിന് അനുവദിക്കപ്പെടുന്ന തുക എന്നത് തുലോം തുച്ഛമാണ് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അതായത് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ലഭിക്കുന്നത് ഈ 42%-ന്റെ 2% താഴെ മാത്രം എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. 1.9% എന്ന ഡേറ്റയാണ്. ആ കണക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. 42%-ന്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നതാണ്. അവിടെയാണ് കേരളത്തിന് ലഭിച്ചത് 1.97% എങ്കിൽ ഇനി നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട തുക, അതായത് ഈ ഡേറ്റയിൽ മുൻ വർഷത്തിൽ ലഭിച്ച തുക എത്രയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വർഷം ലഭിച്ച തുക എത്രയാണ്, ഇനി കേരളം പ്രതീക്ഷിക്കുന്നത് എത്രയാണ് എന്നുള്ളതാണ്. നിലവിൽ 1.9% ലഭിച്ചത് എങ്കിൽ അത് 2% മുകളിലേക്ക് ഉയർത്തണം എന്ന് കേരളം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിച്ച തുക, അതായത് ബജറ്റിൽ വകയിരുത്തിയ തുക എന്നത് 7,000 കോടി രൂപയായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തിക വർഷത്തിൽ അത് 13,000 കോടി രൂപയായിരുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 26,000 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. അത്രയെങ്കിലും തുക ഈ ബജറ്റിൽ അനുവദിച്ചാൽ അത് കേരളത്തിന് വലിയ ആശ്വാസമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെങ്ങനെയാണ് ലഭിക്കുക, അതുകൂടിയാണ് നമ്മൾ അടുത്ത ഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേവലം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കമോ മാത്രമായി നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കില്ല. അതായത് BJP ഇതര സംസ്ഥാനമാണല്ലോ, BJP ഇതര മുന്നണികൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നതുകൊണ്ട് മാത്രം അവർക്ക് തുക നൽകുന്നില്ല എന്ന് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷനുകളെ, അതായത് നികുതിയും ഗ്രാൻറ്റും ഉൾപ്പെടെ തീരുമാനിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കമ്മീഷൻ ഉണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അങ്ങനെ 15ാം ധനകാര്യ കമ്മീഷൻ ആണ് 2021 മുതൽ ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വിഹിതം നൽകണം എന്ന് തീരുമാനിക്കുന്നത്. ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി ഇത്തവണ അവസാനിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി അടുത്ത ഏപ്രിൽ 1 മുതൽ പുതിയ 16ാം ധനകാര്യ കമ്മീഷൻ ആണ് ഈ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനം തുക ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 15ാം കമ്മീഷൻ കാര്യമായി കേരളത്തെ സഹായിച്ചില്ല എന്നതാണ് കേരളത്തിൻ്റെ ഒരു വിമർശനം. അടുത്ത കമ്മീഷൻ 16ാം കമ്മീഷൻ എങ്കിലും ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. ഇങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഉള്ള നികുതി വരുമാനത്തിൻ്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്നതാണ്. ഒരു പക്ഷേ ഈ നികുതി ഘടനയിൽ ചെറിയൊരു മാറ്റം, അതായത് ചെറിയൊരു പെർസെൻറ്റേജ് മാറിയാൽ പോലും കോടിക്കണക്കിന് രൂപയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും കേരളം പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഏതാണ്ട് ഒരു 26,000 കോടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.